വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയതാണ് ഇന്ന് നമ്മൾ ഉച്ചയോടെ അറിഞ്ഞ സന്തോഷ വാർത്തയെങ്കിൽ അത് ലംഘിച്ചു എന്നുള്ളതാണ് തൊട്ടടുത്ത മണിക്കൂറിൽ വന്നത്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം തുടരുന്ന ഇസ്രയേലിനും ഇറാനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിമർശനം. ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണ ലംഘിച്ചുവെന്ന് ഡൊണാൾഡ് ട്രംപ്. ആണവ പദ്ധതികൾ പുനരാരംഭിക്കാൻ ഇനി ഇറാന് സാധിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഖത്തറിലെ വ്യോമത്താവളം ആക്രമിച്ചത് പ്രതിരോധത്തിന്റെ ഭാഗമാണെന്നാണ് ഇറാന്റെ വിശദീകരണം. വെടിനിർത്തലിനായി ഇടപെട്ടതിൽ ഖത്തറിന് ഇറാൻ നന്ദി അറിയിച്ചു. ഇറാനുമായി ചർച്ചകൾക്ക് സന്നദ്ധമെന്ന് IAEA വ്യക്തമാക്കി. സായ്കുമാർ ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. സായ്കുമാർ, അമേരിക്ക ഇടപെട്ട് യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ച് തൊട്ടടുത്ത മണിക്കൂറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത്. നിലവിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യം എന്താണ്? ഇരു രാജ്യങ്ങളും ആയുധം താഴെ വെച്ചോ? സുജിയ, ഇന്ന് രാവിലെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇത്തരത്തിലൊരു വെടിനിർത്തൽ ധാരണ ഉണ്ടായി എന്ന വാർത്ത ലോകം തന്നെ കേട്ടത്. കാരണം കഴിഞ്ഞ ദിവസം അത്രമേൽ അശാന്തി നിറഞ്ഞ സാഹചര്യമായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്നൊരു വെടിനിർത്തൽ ധാരണയിലേക്ക് ഖത്തറിൻ്റെ അടക്കം മധ്യസ്ഥതയിൽ കാര്യങ്ങൾ എത്തി എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇസ്രയേൽ തന്നെ ചില കാര്യങ്ങൾ വീണ്ടും സ്ഥിരീകരിച്ചത്. മധ്യ ഇസ്രയേൽ ഭാഗത്ത് ഇറാന്റെ 2 ബാലിസ്റ്റിക് മിസൈലുകൾ വന്നു പതിച്ചുവെന്നും അവർ വെടിനിർത്തൽ ധാരണ ലംഘിച്ചു എന്നുമായിരുന്നു ഇസ്രയേലിന്റെ കുറ്റപ്പെടുത്തൽ. അതോടൊപ്പം ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകും ഇനിയുള്ള നിമിഷങ്ങളിൽ എന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ വാദങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഇറാൻ രംഗത്തെത്തുകയും ചെയ്തു. തങ്ങൾ ധാരണ ലംഘിച്ചിട്ടില്ല, തങ്ങൾ ഈ മിസൈൽ അയച്ചിട്ടില്ല എന്നും. പക്ഷേ ആ ചർച്ചകൾ അങ്ങനെ കൊഴുക്കുന്നതിനിടയിലാണ് അല്പം മുൻപ് നാറ്റോ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളെയും, അതിൽ നമ്മൾ എടുത്തു പറയണം, ഇസ്രയേലിനെയും ഇറാനെയും ഒരുപോലെ തന്നെ ട്രംപ് വിമർശിക്കുന്നുണ്ട്. 2 രാജ്യങ്ങളും ഈ ധാരണ ലംഘിച്ചു എന്ന കുറ്റപ്പെടുത്തലാണ് ഇപ്പോൾ അമേരിക്ക നടത്തിയിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ദിവസങ്ങളിലൊക്കെ ഇറാനെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഡൊണാൾഡ് ട്രംപിനെയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഈ നിമിഷം ഇസ്രയേലും ഇറാനും ആ ധാരണ ലംഘിച്ചു എന്ന പ്രതികരണമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയമായി പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇസ്രയേലിൻ്റെ ഭീഷണി അവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ബാലിസ്റ്റിക് മിസൈൽ വന്ന് പതിച്ചു. അത് ഈ ധാരണ ലംഘിച്ചതാണ്. അതിന് ഇറാനെ വിറപ്പിക്കുന്ന ഒരു മറുപടി നൽകും എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ധനകാര്യമന്ത്രിയുടെ അടക്കം പ്രതികരണം വന്നത്. ഇനിയുള്ള നിമിഷങ്ങൾ വളരെ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രി സമാധാനപരമായി നീങ്ങിയാൽ ഒരുപക്ഷെ നമുക്ക് ഉറപ്പിക്കാം ഇരു രാജ്യങ്ങളും ആ ധാരണയുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ലോകമാകെ കാത്തിരിക്കുന്നത് സമാധാനം പശ്ചിമേഷ്യയിൽ പുലരണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ്. വെടിനിർത്തലിൽ ഇടപെട്ട ഖത്തറിന് ഇപ്പോൾ ഇറാൻ നന്ദി അറിയിച്ചിട്ടുണ്ട്. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയുടെ ഇടപെടലിൽ യുദ്ധമില്ലാത്ത ഒരു കാലം, അതാണല്ലോ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും.